ഓക്കെ, നമുക്ക് സ്റ്റീലേക്ക് ഗ്രീൻ റൂട്ട്. ഓക്കെ, ഇത് കളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൂ പിന്നെ സേഫ് കളിക്കാം. ഓക്കെ, നമുക്ക് രണ്ടാളുള്ള സീറ്റ് കിട്ടുമോ നോക്കാം. ഇവിടെ മൊത്തം രണ്ടാളുള്ള സീറ്റ്. ഇതൊന്ന് നമുക്ക് പിന്നെ ഫ്രണ്ട്സൊന്നുമില്ല, നമ്മളൊറ്റ. ഈ താത്ത ഇങ്ങോട്ട് വരി. അവിടെ ഒരു ഫസ്റ്റ് നിന്ന് വന്ന് ഒരു താത്ത അവിടെ നിൽക്കുന്നുണ്ട്. ആ കാക്ക ഇങ്ങോട്ട് വണ്ടി വരി. കറുപ്പ് കാക്ക അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് തരാം കാക്ക. ഇങ്ങോട്ട് പോകുന്നാള്. ഇപ്പോൾ ഇറങ്ങാനും പറ്റണേ. ആ താത്ത അങ്ങോട്ട് വരി. നമ്മളൊന്നും മണ്ടില്ല. മിക്കവാറും ഇനി ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ടി വരും. കളി തുടങ്ങി. ഇതൊന്ന് എങ്ങനെ ഇപ്പോൾ വാക്കുണ്ടാക്കുക? ഈ വെച്ചിട്ട് അടിക്കാം. ഇതെങ്ങനെ പഠിക്കാം? കയ്യിൽ പോവാ. എന്നിത് ഇങ്ങനെ അടിക്കുക പറയും. ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല. എല്ലാ ഫ്രണ്ട് ആയിക്കാരും എനിക്കാണെങ്കിൽ ഇപ്പം അടിച്ചാ പെട്ടെന്ന് അടിച്ചേ. ഓക്കെ, അടിച്ചു. ടീ വെച്ചിട്ടാണ് ടൈ. ചീറ്റിങ് തോന്നുന്നു. ഇവനക്ക് ഫുള്ളോ ഈ വെച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. ഓ ജി ഞാൻ ശരിക്കും വേറെ ഏതൊക്കെയോ ആണ് വെക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിലിങ്ങനെ ഓരോ അക്ഷരം ഇങ്ങനെ ഞാൻ വിചാരിച്ചിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഗുഡ് ബാഡ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി വിചാരിച്ചതാട്ടോ. എനിക്കെൻ്റെ കസിന് പറഞ്ഞു തന്നതുകൊണ്ട് കറക്റ്റ് അതിന് പറഞ്ഞു തന്നെ. ഗ്യാങ്
ജി ഇതിൻ്റെ അമ്മച്ചി വിളിക്കുകയാണ്. വക്കീലാണ്. അടിച്ചോ. ഇതിൻ്റെ കസിൻ പറഞ്ഞു കേട്ടോ ഗൈസ്, എനിക്ക് നൈറ്റ് മകൻ എന്നോട്ടോ ഞാൻ അടിച്ചത്. നെവർ. എനിക്ക് 6 കേട്ടോ കിട്ടിയത്. ഇപ്പോൾ എൻ്റെ കസിൻ എനിക്ക് പിന്നെയും പറഞ്ഞു ഇപ്പം ടൈം കഴിയും. ചെറിയ വീടായതുകൊണ്ട് കുഴപ്പമില്ല. എലഫൻ്റ് ഞാൻ അടിച്ചത്. വൈ എനിക്ക് കിട്ടിയെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. പറ്റും. എത്ര റൗണ്ടത്? ഏതക്ഷരം ഉള്ളു പെട്ടല്ലോ ഗൈസ്. ഒരു ലൈഫും കൂടി ഉള്ളു ഇനി. ആയി പറ്റില്ല. ഞാൻ തോറ്റ് ഗൈസ്, തോന്നി തോറ്റ്. തോറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കളിക്കാം. നമുക്ക് കുറേ റോബ്ലോക്സ് കളിക്കാം. നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും എൻ്റെ വീട്ടിൽ. അങ്ങനത്തെ ഒരു വീടാണ്. അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഷോർട്സ് ഇടല്. അങ്ങനത്തെ ഗെയിമിൻ്റെ ഒന്നും ഫോൺ വിളിക്കുക കേട്ടോ. അതുകൊണ്ട് മായി എൻ്റെ കസിന് കുറച്ചൊക്കെ ഫേമസ് ആയ ഒരു യൂട്യൂബറാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ആരായിരിക്കും. എന്നെക്കാട്ടി വലിയ സബ്സ്ക്രൈബ് ഉണ്ട്. ഓക്കെ, അഞ്ചേതാ ഗെയിം ഉണ്ട്. അതെന്തായാലും എടുക്കൂല. രസം ഉണ്ടാവൂല. ഇല്ലെങ്കിൽ അന്ന് ഞാൻ ഇന്ന് കൊല്ലോ. ഓക്കെ, waiting for an available server. എന്നാൽ ഞാൻ പറയാം. ഇവൻ തന്നെ പറഞ്ഞു അങ്ങനെ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തോന്നി.
മുഖമൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയാം ഷെയ്ഡ് 69 കണ്ടോൾക്ക് ഭാഗ്യമുണ്ട് ഈ വീഡിയോ കണ്ടോൾക്ക്. ഇവൻ പറയുന്നത് 69 ട്രൈ ക്യാലല്ല ക്യാൻസൽ. ഓക്കെ ഫൈൻഡ് ദ കോഡ്. എന്തൊരു ടഫ് കാര്യം. നമ്മൾ ചെയ്യാറാ ഇതൊന്ന് ഇട്ടോക്കെ. സ്കേരി ഷവർമ നമ്പർ മെമ്മറി വല്യമാൻ്റെ തോക്കടോ കണ്ടങ്ങളെ കാണിച്ചരാ. ഇതാ നോക്ക് നമ്മൾക്ക് എടുക്കാൻ നിന്ന ഗെയിമിൻ്റെ ഒപ്പം തന്നെ വല്യമാൻ്റെ പുറകണ വല്യമാൻ്റെ തോക്ക് എന്തെങ്കിലും ആയിട്ട് നമുക്കിപ്പോൾ വേറെ വിളിക്കാം. ഹൈഡ് ഓർ ഡൈ മിനിമൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ കട്ടായി പോകുന്നുണ്ട് കേട്ടോ ചില നേരത്തെ. അപ്പം ഇതെല്ലാം കൂടി കൂട്ടി നമുക്കിടാം. ഹൈഡ് ഓർ ഡൈ ലുക്കിംഗ് ഫോർ ദ ഓപ്സ് യൂസ് കോഡ് എക്സ്. ഓക്കെ പെട്ടെന്ന് വരൂ. ഹലോ താത്താൻ്റെ വീടല്ലത്. പാത്തുവത്താ തുറക്കി പാത്തുവത്താ ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെ തുറക്കി പാത്തുവത്താ വാതില് തുറക്കുന്നേ. ഓ ഉറങ്ങാം അപ്പൊ പാത്തുവത്ത തുറന്നോളൂ. പാത്തുവത്താനെ ഫസ്റ്റ് കണ്ടിടാം. ഓക്കെ റോബ്ലോക്സ് തിരൂരുണ്ട്, മഞ്ചേരിയുണ്ട്, ഓക്കെ ഗൈസ് ഇതൊന്നും വരൂല. ഓക്കെ ഇത് വരാൻ കുറച്ച് ലേറ്റ് ആവാൻ അരപ്പത്തെങ്കിലും ചെയ്ത് കാട്ടിയുണ്ട്. ഇതെന്താ പാത്തുവാത്തൊക്കെ ഇങ്ങനെയാണ്. ചില ടൈമിൽ ഈ പാത്തുവാത്ത ഇങ്ങനെയാണ്, വാതിൽ തുറക്കേയില്ല, ഒരറിവും ഉണ്ടാവില്ല, കൂസലും ഉണ്ടാവില്ല. കക്കൂസ് പോയി അപ്പിടേക്കാരും തുറക്കാൻ അല്ലെങ്കിൽ ഉറങ്ങിക്കാരും. വലിയ എന്തോ കാര്യം ചെയ്യാണ് പാത്തുവാത്ത. ഇമ്മ ഒന്ന് സൗണ്ട് കുറക്കൂ പ്ലീസ്, കുറച്ച് മതി. ഓക്കെ നമുക്ക് പാത്തുവാത്ത തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതുവരെ അപ്പിടെ ഉറങ്ങിയിട്ടുണ്ട്. എന്തോ വലിയ കാര്യമായിട്ട് ബെസ്റ്റ് സീക്രട്ട് ബെസ്റ്റ് ഹൈഡർ ഹൈഡർ ഫോൺ മിക്കവാറും ഇതാവണ്ടില്ല, അത് കോയിൻസ്. അപ്പൊ ഈ പാത്തുവാത്ത പിന്നെയും തുറക്കാതായി. എന്താ പാത്തുവാത്ത ഇങ്ങനെ? പാത്തുവാത്തക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവും. ഓ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ, ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. നമ്മളവിടെ അല്ല നമ്മളവിടെ നമ്മളെ പാത്തുവാത്താണ് പോയിക്ക അല്ല നമ്മൾ നടക്കണ്ട.
ഇതെന്താ? ഓക്കെ ഒക്കെ ഞാൻ നെക്കിയതാടോ. തേങ്ങയാണ് ഇതൊന്നുമല്ല. പിന്നെ എങ്ങനെ കണ്ണ് കാണാടാ പൊട്ട. ഓക്കെ ഇപ്പൊ പോകുന്ന തോന്നി. ഈ പാത്തോത്താണ് ഇതാരാ കക്കരിക്ക്. അത് പച്ചക്കളറുണ്ട്. അപ്പൊ കക്കരിക്ക് വരും. ഇത് കക്കരിക്കല്ല, മനുഷ്യനാണ്. ഈശോ ഇതെന്താ പോവാത്തെ? പോങ്ങട്ട് പോയി. പാത്താത്ത കൊറേ നേരായി ഇങ്ങനെ നിക്കണ്. ഊരടിച്ചിട്ട് വയ്യ. അല്ല ഞാൻ എവിടുന്നാ വന്നത് ഇപ്പോ? ഓക്കെ നമുക്ക് പോവാം. ഞാൻ നിന്നോടെ ഇതൊക്കെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. വട്ടം ഇറങ്ങേജ്. വെറുതല്ല. അയ്യാ ഇങ്ങോട്ട് പോയോ? ഇതെന്തോ ആവണ്ടേ. ഇതൊക്കെ ഓണല്ലേ. പിന്നെത്താ ഹൈഡോസ് ലെഫ്റ്റ് 0. പോവട്ടെന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു പൂച്ചവാലായിട്ട് പാത്തുവാത്ത വന്നിക്കാണ്. കണ്ടിട്ട് അതേപോലെ ഉണ്ട്. പാത്തുവാത്താക്ക് പറ്റിയ പൂച്ച. ബിസ്കാൻ പൂച്ച. ഓ തുറക്ക് പെട്ടെന്ന് എല്ലാരും നടന്നു തുടങ്ങി. ഇതെന്താ? ഞാനത്ത് ഇതിന്റെ മേത്ത് കേറിക്കണേ. പോ ഗ്ലിച്ച് അടിച്ചതാ പോലും. ഇതൊക്കെ സ്വിമ്മിങ് പൂളാ? എന്തെങ്കിലേ ആനപ്പോഴില്ല. പിന്നെ ഉറങ്ങേണ്ടി വരും. ഞാനും ഇടക്കണ്ണിട്ട് നോക്കിയ തലടിച്ചു. ഞാൻ ഉറങ്ങോട്ടെ. അവന് ഇതാടോ നമ്മള് എന്താ കുറച്ച് വാതിലൊരുങ്ങ പാത്തുവാത്ത. ഇനി ഉറങ്ങിയ ഇനിയും പാത്തുവാത്ത വാതിലുറക്കും. വാതിലുറങ്ങി പോയി. വേണ്ടടോ കളി. നമുക്ക് ഉറങ്ങ. കണ്ണു കൂട്ടിക്കോ. ഞാൻ അങ്ങനെ വെക്കും. പുതിയ ദൂരം പോയാലേ വേറെ
പോയാലും അതിൻ്റെതായ ചെലവുകളുണ്ട്. പിന്നത്തെ പഠിക്കാന്നുള്ളതാണ് ഒരു വിഷയം. ഈ പാത്തുവാത്ത ഇങ്ങനെയാണ്. നമ്മളും ഒരു ബന്ധല്ലേ പാത്തുവാത്ത? ഒന്ന് തുറന്നു നോക്കി വീഡിയോ. കളി നിർത്ത. ഓ ക്ലിക്ക് ടു ഓപ്പൺ. എനിക്കൊന്നും വേണ്ട ഈ ഗെയിം. ഞാൻ നെറ്റിക്കുന്നു. നമ്മളോടെ കളി. ഇത് ഗെയിം, ഈ പല്ല് പറിക്കണ ഗെയിം ഞാൻ കളിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊരു ടാസ്കാണ്. പകുതി പോലും എത്തിയിട്ടില്ല. ഒരാളെ 99 നൈറ്റ്സ് എന്നുള്ളതിന് 99 ഫോക്സ്. കാണിച്ചേരണ 99 ഫോക്സ്. അത് ഫോക്സാ? ഇത് ഫോക്സാ? തേങ്ങയാണ്. ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്യാം. ജുറാസിക് ഗെയിം. ഇതല്ല. ഡൈനോസർ എഗ് കളക്ടിങ് ഗെയിം. എഗ് കളക്ടിങ് ഗെയിം. ഡൈനോസർ എഗ് കളക്ടിങ് ഗെയിം. നല്ല പട്ടിപ്പണി ഉണ്ടാവും. 300 രൂപ 400 രൂപ പെർ ഡേ കിട്ടും. അതിനനുസരിച്ചുള്ള പണി ഉണ്ടാവും. ഡൈനോസർ എഗ് കളക്ടിങ് ഗെയിം. ലൈറ്റ് ഒന്ന് ഇടുക. ഗെയിംസ് പീപ്പിൾ ടോപ്പ്. പിന്നെ പാത്തുവാത്ത ഇപ്പത്തെ കറുത്ത പൂച്ചൻ്റെ വാലോടുന്നു. ഈ പാത്തുവാത്താൻ എനിക്ക് തീരെ പറ്റണില്ല. വീഡിയോ നിർത്താൻ പാടാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് വീഡിയോ നിർത്താണ്ട് കമൻറ്റ് ചെയ്യും. ഇത് വരുന്നില്ല ഗായ്സ്. വേറെ ഹോട്ട്സ്പോട്ട് ആയിട്ടുണ്ട്. ഇല്ല പിന്നെ ഇത് അപ്പം നേരത്തെ വന്നീനല്ലോ മോനെ. ഡൈനോസർ എഗ് കളക്ടിങ് ഗെയിം. ഡൈനോസർ എഗ് കളക്ടിങ് ഗെയിം.
പത കറുത്ത പൂച്ചൻ്റെ പാലിൽ. ഇതാണ് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് നേരം ഇജ്ജ് ഉറങ്ങിക്കോ, അപ്പൊ ക്ഷീണമൊക്കെ പോയി വരും. അതിൻ്റെ അടുക്ക് കൂടെ ഇടന്നിട്ട് നോക്കാം. ഇതാക്കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. എന്താണത്? ഇത് നമുക്ക് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടാക്കിയാ കുട്ടിക്ക് പാലെടുക്കട്ടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, മരുന്നൊക്കെ കൊടുത്തു, കുഴപ്പമില്ല. റോബിറ്റ് വരുന്നു, മൊത്തം വരുന്നു, വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. വരുന്നില്ല. എത്ര വട്ടം എന്നോട് ഈ പറയുന്നുണ്ട് ജാതി. കേറിയെന്ന് പറയത്ത് അതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇവിടെ സൗന്ദര്യം കിടക്കും. അപ്പോൾ ഇന്നത്തെ ശുദ്ധമായി ബന്ധപ്പെട്ട് മാത്രമാണ്. എന്തായാലും പ്രതീക്ഷ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില്ലറ സ്ട്രഗിളൊന്നും അല്ലേ പറഞ്ഞത്. 100 എനിക്ക് തോന്നുന്ന ജോബിൻ്റെ പണ്ടൊക്കെ ഇത് പറഞ്ഞത് പ്രാക്ടീസിനേക്കാളും കൂടുതൽ ജോബ് തന്നെ കയറാം. അവിടെ നിന്ന് ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത. ഇനി അഥവാ മൂപ്പർ സൂചിപ്പിക്കണേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ത് ചോദിക്കണേ. സൂചിപ്പിക്കണമെങ്കിൽ അങ്ങോട്ട്, കാരണം അങ്ങോട്ട് ഒരുങ്ങിപ്പോ അയാൾക്ക് കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഞാൻ എങ്ങാനും പ്രോഡക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ അത് വേണ്ട. പക്ഷെ ഞാൻ അഥവാ സ്റ്റിക്ക് ഓൺ ഇത് പിച്ചക്കാർക്കുള്ളതാ ഗൈസ്. നമ്മൾ പിച്ചക്കാരായോണ്ട് അപ്പൊ എന്താ അറിഞ്ഞിട്ട് പക്ഷേ സംഭവം പറയാം, നമ്മുടെ അവിടെ നമുക്ക് ഒന്നും ഈ പറയുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഓട്ടം വെറുതെ അവിടെ വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടതൊന്നും നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാന വിഷയം അതാണ്. വേണ്ട ഒരു കാര്യങ്ങളും നമ്മളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് മക്കളോട്. കഴിഞ്ഞാൽ കാരണം എനിക്ക് ചിലപ്പോൾ ഓടിയിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞത് പിന്നെ ഇത് റോബോട്ടാണൊന്നും അല്ലല്ലോ ഒറ്റയ്ക്കെല്ലാം കൂടി. അതുപോലെ ഓഫീസ് എന്തായാലും മനസ്സിലാവും. കാരണം എല്ലോട്ട് പോയിട്ട് തെളിയിച്ചു. 10 മാസം ഒരു വർഷം നിൽക്കലടങ്ങിയിട്ടേ. ഞാൻ തോറ്റ് സമ്മതിച്ച് പോരെ. ചാടി ചാടി എങ്ങനാ അങ്ങോട്ട് പോ. ഓ ചാടേ 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 ചാടേ. സംഭവം നമ്മുടെ അവിടുത്തെ കോടതിനെക്കാട്ടിയൊക്കെ അവിടെ കോടതികളൊക്കെ അവിടെ ചാടൂ. അത്ര സൗകര്യം ഇല്ല. ഫുള്ളും ഉള്ളിലും കൂടിയുള്ള ബിൽഡിംഗ് അതിന് അങ്ങനെ ഏകദേശം കണ്ടത് കൂടിയാണ്. CBRC ഓരോരുത്തർ എടുക്കുന്ന ഫാമിലിക്ക് ഇപ്പോൾ വലിയ ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. ഒരാൾ കൊണ്ട് ഗ്ലിച്ചടിച്ച് മരിച്ചാണ്. അവിടെ ഈ സേവൊക്കെ ചെറിയൊരു ഇതിലാണ്. സ്പീഡ് കൂടിയതാണ്. ചാടി 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 ഇങ്ങോട്ട് ചാടി ഇങ്ങോ. ഇവിടെ പോലും പറഞ്ഞു പൊതുവെ സീനിയേഴ്സ് ഒന്നും വലിയ സീനില്ല. ഓ ഓ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടൈപ്പ് സീനിയേഴ്സ് ഒന്നും
ഇത് ചോക്ലേറ്റ് കട്ട. ഇതൊന്ന് മാറിയിരുന്ന പെണ്ണ്. അനിയത്തിനെ കൊണ്ട് എൻ്റെ അനിയത്തിനെ കാണാനെങ്കിൽ കമൻറ്റ് ഇടൂ. 1 വയസ്സാട്ടോ. ഇത് കണ്ടാ പറയില്ല. ഇവിടെയൊക്കെ ഈ 3 കോടതിന് എളുപ്പമാണ്. ഒരു CDRCയും ഈ ഒരു മജിസ്ട്രേറ്റും ഫാമിലിയാണ്. ഇവിടെ എന്നെ വിട്ട് പോവല്ലേ, ആരും എന്നെ വിട്ട് പോകല്ലേ, എന്നെ വിട്ട് പോയേ. ചന്ദ്രനല്ലേ കണ്ണി, ചന്ദ്രമ്മ ചെന്ന് നേരല്ലേ എൻ്റെ. ഇതെങ്ങനെ ആകാശത്ത് കൂടെ നടക്കണേ. ഓരെന്നെ വേണമെന്നുള്ളതില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇത് പറഞ്ഞ പോലെ മഞ്ചേരി തിരൂരൊക്കെ ഒരു ഫാമിലിയൊക്കെ വരും. ഔട്ട് ഓഫ് സ്റ്റേറ്റ് മഞ്ചേരി തിരൂര് നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പോവാണ്ട് ഇതൊന്നും വേണ്ടോ. മതി ഗ്ലിച്ചടിച്ചത്. വളരെ കംഫർട്ടബിൾ ആയി നടക്കും. നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താന് പക്ഷെ എന്നോട് തുറക്കം കിട്ടി. നമ്മൾ ചിലവരിങ്ങനെ ഒക്കെ പറയുന്ന മൂപ്പര് എന്തൊക്കെ കുറച്ച് കാലം കൊണ്ട് നമ്മൾ എന്തൊക്കെ ആവണം. മൂപ്പര് ഈ പറഞ്ഞ പോലെ കൂടുതൽ ജൂനിയേഴ്സ് ആയിട്ട് വന്നിട്ട് 6ാമത്തെ ദിവസമാണ് മൂപ്പര് സ്വന്തമായിട്ട് കേസ് ഇട്ടല്ലോ. പിന്നെ മൂപ്പരിന്റെ കിട്ടും ഈ കിട്ടും നോക്കി പഠിച്ചു. അങ്ങനെ പതിയെ പഠിച്ചുണ്ടാക്കിയതാണ് ഓരോ കാര്യങ്ങൾ. കിട്ടെങ്കിലും കിട്ടിയില്ല, കിട്ടിയില്ല. ഇല്ല നിനക്കറിയാം. ആയിക്കോട്ടെ, ഇതൊന്ന് തൊട്ടോക്കെ. സ്ട്രെസ്സും എല്ലാം കൂടെ ഉണ്ടാവും. എന്തായാലും അറിയില്ല. ഇനിയിപ്പോൾ മൺഡേ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നോട് ചോദിച്ചു. പെരുന്നാൾ കഴിഞ്ഞിട്ട് വരണേ ഓഫീസ് മലപ്പുറത്ത് വരണേ വരെ അവിടെ കാര്യങ്ങൾ പഠിക്കാൻ മലപ്പുറത്ത് കേട്ടപ്പോൾ കോട്ടയത്തിൽ ചെന്നിട്ട് ആളില്ലാതെ ഞാൻ മൂപ്പരുണ്ടെങ്കിൽ ഹോട്ടലുണ്ടെങ്കിൽ വരെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. അത് ചെയ്യേണ്ടി അറിയില്ല. സംഭവം ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യണം മറ്റേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് കയറ്റിയപ്പോ കുറേ ആൾക്കാർ വിവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചാളെ വേറെ ഫ്രണ്ട്സ് ആക്കി. ഫ്രണ്ട് ആവണമെങ്കിൽ നിങ്ങളെന്ത് വരാത്ത പറഞ്ഞ് നോക്കണ്ട. കുറച്ച് ടൈം എടുക്കുമല്ലോ വരാൻ. ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇതിലേറെ സംഭവം ആകാമെന്നുള്ള രീതിയിൽ അങ്ങനെ പറയും. സംഭവം ശരിയാണ്. ഞാനും വിചാരിക്കും നമുക്ക് അത്ര പേഴ്സണലി അറിയുന്ന ആളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഈസി ആവുമല്ലോ. പിന്നെ ഒരു ഫ്രണ്ടിനെടുക്കേണ്ട വീഡിയോയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. ഇത് കളിക്കുന്നതാണ്. അത് എൻ്റെ കസിൻ, അതായത് ഷെയ്ഡ് 69ൻ്റെ
കേട്ടോ അനിയന് ഡൈ രാവിലെ ഒന്നാമത് അത് പറയാൻ ഇന്ന് പോയിന്നും വിളിക്കണം വിചാരിച്ചു അങ്ങനെ വരുന്ന വഴി വിളിക്കണം വിചാരിച്ചു പിന്നെ ആ സമയത്ത് ചെന്നാണ് കിടന്ന് ഉറങ്ങുകയാണെങ്കിലോ നിന്റെ നാപ്കിൻ്റെ കയ്യല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നുണ്ട് നീയും പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും അതല്ല പെട്ടെന്ന് 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 മുങ്ങില് പാണ് ഈ വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട് ഗൈസ്. ഹലോ ആ പറ അപ്പോൾ മൺഡേ ഇതാവാനായിട്ട് അപ്പോഴത്തെ വന്നു ഏയ് ഷവി ഓ എൻ്റെ അനിയത്തിന്ന് ഓക്കെ ഇത് വേറെ ഏത് ഗെയിമും ഇല്ല ഗായ്സ് വേണമെങ്കിൽ ചെസ് ഉണ്ട് ചെസ് നമ്മൾ ഓരോ വീഡിയോ പിന്നെ ഇടുട്ടാ റോബ്ലോക്സ് ഡിലീറ്റ് ആക്കൂല വേണമെങ്കിൽ അമംഗസ് പിന്നെ കയറ്റിയിടും അപ്പം പിന്നെ കാണാം ഒരു മിനിറ്റ് നിങ്ങൾക്കൊരു സീക്രട്ട് അറിയണ്ടേ ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ കണ്ടു കാണിച്ചു തരാം Robloxന്റെ ഒക്കെ But Mom only loved the pretty one. My sister Rose is 5. I am 7. Mom calls her beautiful. She calls me smart. In this house, only one of those matters, and you already know which. Rose has a whole closet full of dresses. I have 3 shirts and 2 pairs of jeans. Mom brushes Rose's hair every morning. അപ്പൊ ഗൈസ് നമുക്ക് പോകാം ടാറ്റാ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആയി ടാറ്റാ